ഈ അടുത്ത കാലത്ത് വളരെയധികം വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂട്രിയൻ്റാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ നമ്മൾ ശരിക്കും എത്ര അളവിലാണ് കഴിക്കേണ്ടത്? ഏറ്റവും ബെസ്റ്റ് പ്രോട്ടീൻ സോഴ്സസ് ഏതൊക്കെയാണ്? വെജ്, നോൺ വെജ്, അതിൽ തന്നെ വെജിൽ ഏറ്റവും നല്ല പ്രോട്ടീൻ സോഴ്സ് ഏതാ? നോൺ വെജിറ്റേറിയൻ ഏറ്റവും നല്ല പ്രോട്ടീൻ സോഴ്സ് ഏതാ? ഈ പ്രോട്ടീൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ശരിക്കും കുഴപ്പമാണ്. ഇനി കുഴപ്പമാണെങ്കിൽ തന്നെ അത്തരം കുഴപ്പങ്ങളെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ടെങ്കിൽ അതിനെങ്ങനെ ഒഴിവാക്കാൻ സാധിക്കും? മാത്രമല്ല, ഒരു ഓൺ എ ഡെയിലി ബേസിസിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും മികച്ച പ്രോട്ടീൻ കോമ്പിനേഷൻ ഏതൊക്കെയാണ്? പ്രോട്ടീൻ സപ്ലിമെൻറ്റുകൾ നല്ലതാണോ? സപ്ലിമെൻ്റ് നല്ലതാണെങ്കിൽ തന്നെ ഏറ്റവും മികച്ച പ്രോട്ടീൻ സപ്ലിമെൻറ്റുകൾ ഏതൊക്കെയാണ്? ഇത്തരത്തിൽ പ്രോട്ടീനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള വളരെ പ്രാധാന്യമുള്ള ചില വിഷയങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കോൺട്രവേഴ്സി എപ്പോഴും നല്ലത് തന്നെയാണ്. കാരണം പലപ്പോഴും സയൻസിനെ നോക്കിയാൽ പഴയത് പലതും മായ്ച്ച് കളയേണ്ടതായിട്ട് വരും, പുതിയത് എഴുതി ചേർക്കേണ്ടതായിട്ടുമുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് കണ്ടാൽ മതി. ഒരു കാലത്ത് അത് ബട്ടറും ഗീയുമായിരുന്നു, പിന്നീട് അത് മുട്ടയായി, പിന്നെ അത് വെളിച്ചെണ്ണയായി, ഇപ്പോഴത് പ്രോട്ടീനാണെന്ന് മാത്രം കരുതിയാൽ മതി. എന്താണ് ആക്ച്വലി പ്രോട്ടീൻ്റെ കണക്കുകൾ പറയുന്നത്? ഒരു കാലഘട്ടം വരെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ്റെ കണക്കുകളെ കുറിച്ചിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്നുള്ളതായിരുന്നു. അതായത് 70 കിലോഗ്രാം ഭാരമുള്ളൊരു വ്യക്തി എല്ലാ ദിവസവും 70 ഗ്രാം പ്രോട്ടീൻ കഴിക്കണമെന്നാണ് കണക്ക്. പക്ഷേ ഏറ്റവും പുതിയ സയൻറ്റിഫിക് പഠനങ്ങൾ പറയുന്നത് നമുക്ക് ഇന്ന് വേണ്ട ഒരു ആവറേജ് ഡെയിലി പ്രോട്ടീൻ ഇൻടേക്ക് എന്ന് പറയുന്നത് 1.6 to 2.2 ഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയ്റ്റാണ്. അതായത് നേരത്തെ പറഞ്ഞ കണക്കിലോട് തിരിച്ചു വരാം. 70 കിലോഗ്രാം ആണ് നിങ്ങളുടെ ശരീരഭാരമെങ്കിൽ ചുരുങ്ങിയതൊരു 125-130 ഗ്രാം എങ്കിലും നിങ്ങൾ മിനിമം എല്ലാ ദിവസവും കഴിക്കണം. മാത്രമല്ല, നിങ്ങളുടെ പ്രായം, നിങ്ങളുടെ ലെവൽ ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി, നിങ്ങളുടെ നിലവിലത്തെ എന്തെങ്കിലും ഹെൽത്ത് ഗോൾസ് ഉണ്ടെങ്കിൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഹെൽത്ത് ചലഞ്ചസ് ഉണ്ടെങ്കിൽ അതും കൺസിഡർ ചെയ്യേണ്ടത് ആവശ്യമാണ്. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാക്രോ ന്യൂട്രിയൻ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും പറയാവുന്ന സാധനം പ്രോട്ടീൻ തന്നെയാണ്. നമുക്ക് ഈ പ്രോട്ടീനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ചുകൂടി സ്പെസിഫിക്സിലോട്ട് പോകാം. അതായത് ഒരു പക്ഷേ ഈ പറഞ്ഞ കണക്ക് പ്രകാരം ഇത്രമാത്രം പ്രാധാന്യമുള്ള പോഷകവസ്തുവായിട്ടുള്ള പ്രോട്ടീൻ നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു അപ്രോച്ച്, ഒരു പക്ഷേ പ്രോട്ടീൻ അടങ്ങുന്ന ഭക്ഷണങ്ങളെക്കുറിച്ചിട്ടുള്ള റേറ്റിംഗ് ആണെങ്കിലോ, ഈ റേറ്റിംഗ് ഞാൻ ഇട്ടിരിക്കുന്നത് 7, 8, 9, 10 10 ഔട്ട് ഓഫ് 10 ഉള്ള പ്രോട്ടീൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് ഈ റേറ്റിംഗ് എടുക്കാനായിട്ട് സ്വീകരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം പ്രോട്ടീനെ സംബന്ധിച്ച് ഇൻ്റർനാഷണലി സയൻറ്റിഫിക്കലി വളരെ അക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു മാനദണ്ഡമാണ്. അതിന് വിളിക്കുന്നത് പ്രോട്ടീൻ ഡൈജസ്റ്റബിലിറ്റി കറക്റ്റഡ് അമൈനോ ആസിഡ് സ്കോർ എന്നാണ്. ഒരു വലിയൊരു നീണ്ട പേരാണ്. ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എത്രത്തോളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, ഈ പ്രോട്ടീനകത്തുള്ള അമിനോ ആസിഡ്സിൻ്റെ എസെൻഷ്യൽ അമിനോ ആസിഡ്സിൻ്റെ അവൈലബിലിറ്റി എത്രത്തോളം ഉണ്ട്. കാരണം അത് വളരെ നിർബന്ധമായിട്ടും പ്രോട്ടീൻ അടങ്ങുകയാണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി വളരെ കൂടും. ഇനി അടങ്ങിയതുകൊണ്ട് മാത്രം കാര്യമില്ല, നമുക്കത് ദഹനയോഗ്യമായിരിക്കണം, ഡൈജസ്റ്റബിൾ ആയിരിക്കണം. ഇതെല്ലാം കൂടെ സംയോജിപ്പിച്ച് കൊണ്ടിട്ടുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ളൊരു റേറ്റിംഗ് ആണ് PDCAS. ഒരുപക്ഷെ നിങ്ങൾ വാങ്ങുന്ന ഏത് ഭക്ഷണത്തിൻ്റെ പുറത്തും അത് ഒരുപക്ഷെ ഇത്തരത്തിൽ പാക്ക് ചെയ്തിട്ടുള്ള ഭക്ഷണമാണെന്നെങ്കിൽ PDCAS നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ നമ്മൾ സാധാരണ കഴിക്കുന്ന വീട്ടിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന ഭക്ഷണങ്ങളിൽ PDCAS ഉണ്ടാവില്ല. നമ്മൾ അറിയേണ്ടത് ആവശ്യമാണ്. നമ്മുടെ റേറ്റിംഗ് പ്രകാരം 7 സ്കോർ കൊടുക്കാവുന്ന ഫുഡ് ഗ്രൂപ്പ്സ് ഏതാണെന്ന് നോക്കാം. ചിക്ക് പീസ്, ബീൻസ്, അതുപോലെ പീനട്ട്. ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മളുടെ വെജിറ്റബിൾ പ്രോട്ടീൻ സോഴ്സസ് എല്ലാം, കടല, പയർ, തുവര, മുതിര, അതുപോലെ ചെറുപയർ, വൻപയർ തുടങ്ങിയിട്ടുള്ളവയെല്ലാം തീർച്ചയായിട്ടും പ്രോട്ടീൻ അടങ്ങുന്നതാണ്. പക്ഷേ അവിടുത്തെ ഒരു പ്രോബ്ലം, ഈ പറയുന്ന പ്രോട്ടീനുകളിലൊക്കെ തന്നെ ഒരു കംപ്ലീറ്റ് അമിനോ ആസിഡ് പ്രൊഫൈൽ അവൈലബിൾ അല്ല. ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, അതിനകത്ത് കുറച്ച് സ്റ്റാർച്ച് ഉണ്ട്, അതായത് അന്നജമുണ്ട്, അത് റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ചാണ്. തീർച്ചയായിട്ടും നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് തന്നെയാണ്. പക്ഷേ പല സോഴ്സുകൾ ഒരേ സമയത്ത് കഴിക്കുമ്പോൾ മാത്രമേ എല്ലാ അമിനോ ആസിഡ്സും അവൈലബിൾ ആകുള്ളൂ എന്നുള്ളൊരു കുറവ് അവിടെയുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന നല്ല പ്രോട്ടീൻ സോഴ്സുകൾ ഒന്ന് തന്നെയാണ് ഈ കടലയും പയറും തുവരയും ചിക്ക് പീസും തുടങ്ങിയിട്ടുള്ളൊരു ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീൻ സോഴ്സസ്. നമുക്ക് റേറ്റിംഗ് 8 കൊടുക്കാവുന്ന ഗ്രൂപ്പ് ഏതാണെന്ന് നോക്കാം. 8 കൊടുക്കാവുന്ന ഗ്രൂപ്പ് ഫെർമെൻറ്റഡ് മിൽക്ക് പ്രൊഡക്ട്സുകളിൽ വരുന്ന ഒന്നാണ് പനീർ. പനീർ നമ്മുടെ പൊതുവെ ഇന്ത്യൻ ട്രഡീഷണൽ പ്രകാരം വളരെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു ഫുഡ് സോഴ്സ് ഒന്നാണ്. സോ പനീർ
നമ്പർ 8 റേറ്റിംഗ് ഉണ്ട്. അതുപോലെ കൊടുക്കാവുന്ന ഒന്നാണ് സോയ് പനീർ, അതായത് ടോഫു എന്ന് പറയുന്നത്. സോയാബീൻസിൻ്റെ പാലെടുത്ത് ഫെർമെൻറ്റ് ചെയ്തുണ്ടാക്കുന്ന ഒരു റിച്ച് പ്രോട്ടീൻ സോഴ്സാണ് ടോഫു. നമ്മളുടെ ഭക്ഷണക്രമത്തിൽ ഇപ്പോൾ വളരെ നല്ല അക്സെപ്റ്റബിലിറ്റി വന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ടോഫു. സോ ടോഫുവിൻ്റെയും പനീറിൻ്റെ സ്കോറിങ് 8 ആണ്. ഇപ്പോൾ മാർക്കറ്റിൽ പനീറിൽ തന്നെ പ്രോട്ടീൻ്റെ ഡിമാൻഡും പ്രോട്ടീനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ്സും കൂടിയതുകൊണ്ട് തന്നെ കുറച്ച് ഹൈ പ്രോട്ടീൻ പനീറുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിളാണ്. നമുക്ക് റേറ്റിംഗ് 9 പോവാം. 9 പോകുന്നത് പൊതുവേ നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്ന ഒരു റിച്ച് സോഴ്സ് ഓഫ് പ്രോട്ടീൻ പാലാണ്, അല്ലേ? പാല് കുടിക്കുന്നതിനെക്കുറിച്ച് എന്തുമാത്രം പ്രൊമോഷനുകളാണ് ഗവൺമെൻറ്റും അല്ലെങ്കിൽ നമ്മുടെ ന്യൂട്രീഷണൽ ഏജൻസികളും എന്തിനും നമ്മളുടെയൊക്കെ ഫാമിലികൾ ചെയ്യുന്നത്. ശരിയാണ്. പക്ഷേ ഒരു പ്രോട്ടീൻ എന്നുള്ള ഘടകത്തെ മാത്രം സംബന്ധിച്ച് നോക്കുമ്പോൾ പാലിലുള്ള പ്രോട്ടീൻ, പാലിലടങ്ങുന്ന എല്ലാം പ്രോട്ടീനല്ല. പാലിലുള്ള മറ്റൊരു റിച്ച് ആയിട്ടുള്ള ഒരു കാർബോഹൈഡ്രേറ്റാണ് ലാക്ടോസ്. ലാക്ടോസ് നല്ല മധുരമുള്ളതാണ്. അതുകൊണ്ടാണ് പാലിൽ നല്ല മധുരവുമുള്ളത്. ഞാനിവിടെ നമ്പർ 9 റേറ്റിംഗ് കൊണ്ടുവന്നിട്ടുള്ള 2 മിൽക്ക് പ്രോഡക്റ്റുകളാണ്. അതിൽ ഒന്ന് വേ പ്രോട്ടീനാണ്. പലർക്കും വേ എന്താണെന്ന് കൺഫ്യൂഷനുണ്ട്. പാലിലെ 2 തരത്തിലുള്ള പ്രോട്ടീൻ, ഒന്ന് വേ പ്രോട്ടീൻ, മറ്റൊന്ന് കെസീൻ. ഇത് രണ്ടും വേർതിരിച്ചെടുക്കുന്ന ഒന്നാണ്. അത് സെപ്പറേറ്റഡ് ആയിട്ടുള്ള, അതായത് പ്രോട്ടീൻ ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള സോഴ്സിൽ ഒന്നാണ് വേ പ്രോട്ടീൻ. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ പനീർ ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളം മാത്രമായിട്ട് കിട്ടും. അത് ഡ്രൈ ചെയ്തെടുക്കുന്ന ഒന്നാണ് വേ പ്രോട്ടീൻ. വേ പ്രോട്ടീനുണ്ട്, വേ പ്രോട്ടീൻ ഐസൊലേറ്റും ഉണ്ട്. എനിക്ക് തോന്നുന്നു സ്പോർട്സിലും ജിമ്മിലും ഫിറ്റ്നസ്സിലൊക്കെ വരുന്ന ആൾക്കാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ സോഴ്സ് തന്നെയാണ് വേ പ്രോട്ടീൻ. യാതൊരു സംശയമില്ല, എൻ്റെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ്. പക്ഷേ ഞാൻ വേ പ്രോട്ടീന് കൊടുത്തിരിക്കുന്ന സ്കോറിങ് 9 ആണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതൊരു എമേർജ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത് നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് എടുക്കുന്നൊരു പ്രോട്ടീൻ ആയതുകൊണ്ടാണ്. 100% നാച്ചുറൽ, ഒരു നാച്ചുറൽ സോഴ്സ് അതുപോലെയല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ 9 റേറ്റിംഗ് കൊടുക്കുന്ന മറ്റൊന്നാണ് യോഗേർട്ട്. യോഗേർട്ട് കേടുമായിട്ട് കുറച്ച് വ്യത്യാസമുണ്ട്. കേടെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പാല് സ്വാഭാവികമായിട്ട് പുളിച്ച് വരുന്ന ഒന്നിനെയാണല്ലോ കേടെന്ന് പറയുന്നത്. കേടിനേക്കാളും ബെറ്റർ കൺസിസ്റ്റൻസിയും ബെറ്റർ പ്രോട്ടീനും ഉള്ളതാണ് യോഗേർട്ട്. യോഗേർട്ടിൽ വളരെ നല്ല പ്രോട്ടീൻ കണ്ടൻറ്റ് അടങ്ങുന്ന 2 ടൈപ്പ് ഓഫ് യോഗേർട്ട് ഉണ്ട്. ഒന്ന് ഗ്രീക്ക് യോഗേർട്ട് ഉണ്ട്, പ്ലെയിൻ ഗ്രീക്ക് യോഗേർട്ട്. അതുപോലെ മറ്റൊരു യോഗേർട്ടാണ് ഐസ്ലാൻഡിക് യോഗേർട്ട്. അതിന് നമ്മൾ വിളിക്കുന്നത് സ്കിർ എന്നാണ്. സ്കിറിൽ ഗ്രീക്ക് യോഗേർട്ടിനേക്കാളും കൂടുതൽ പ്രോട്ടീൻ ഉണ്ട്. ഇത് രണ്ടും സ്പെസിഫിക് ആയിട്ടുള്ള ബാക്ടീരിയകൾ ഉപയോഗിച്ചുകൊണ്ട് ഫെർമെൻറ്റ് ചെയ്തെടുക്കുന്ന ഒരു പ്രിപ്പയർഡ് ആയിട്ടുള്ള വളരെ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സോഴ്സാണ്. എൻ്റെ ഫേവറേറ്റിൽ ഒന്നാണ് ഗ്രീക്ക് യോഗേർട്ടും സ്കിറും. സോ ഇതിനും കൊടുക്കുന്ന റേറ്റിംഗ് 9 ആണ്. ഇത് രണ്ടും ഉപയോഗിക്കാൻ ഒരുപാട് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള മാർഗ്ഗങ്ങൾ നമുക്കുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് വേ പ്രോട്ടീൻ വേണമെങ്കിൽ പ്രീ വർക്കൗട്ടായിട്ടും പോസ്റ്റ് വർക്കൗട്ട് ഡ്രിങ്കായിട്ടും ഉപയോഗിക്കാം, വേണമെങ്കിൽ സ്മൂത്തീസിൽ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഗ്രീക്ക് യോഗേർട്ട് എല്ലാത്തിനോടും ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റിച്ച് പ്രോട്ടീൻ സോഴ്സാണ്. മേ ബി നിങ്ങളൊരു സാലഡ് ഉണ്ടാക്കുന്നു, സാലഡിൻ്റെ കൂടെ വേണമെങ്കിൽ ഗ്രീക്ക് യോഗേർട്ട് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ സ്മൂത്തീസിൽ ആഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്ന് ഗ്രീക്ക് യോഗേർട്ടും അല്ലെങ്കിൽ സ്കിറും അതോടൊപ്പം തന്നെ ഷിയാ സീഡ്സും കുറച്ച് എന്തെങ്കിലും ഫ്രൂട്ട്സും കൂടെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ബ്ലെൻഡഡ് ഡ്രിങ്ക് നമുക്ക് ഉപയോഗിക്കാം. ഇറ്റ്സ് എ റിച്ച് പ്രോട്ടീൻ സോഴ്സ്. അങ്ങനെ നോക്കിയാൽ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഡെയിലി പ്രോട്ടീൻ ഇൻടേക്ക് മീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന 2 നല്ല സോഴ്സുകളാണ്. എൻ്റെ റേറ്റിംഗ് 9. നമുക്ക് 10 ഔട്ട് ഓഫ് 10 കൊടുക്കാൻ പറ്റുന്ന 2 റിച്ച് പ്രോട്ടീൻ സോഴ്സ് ഏതാണെന്ന് നോക്കാം. അതിൽ ഏറ്റവും പ്രാധാന്യത്തോടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്ന് നമ്മളുടെ എഗ്ഗുകൾ തന്നെയാണ്. ചീപ്പാണ്, നല്ല ഹൈ ക്വാളിറ്റി പ്രോട്ടീനാണ്, 100% നാച്ചുറലാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ല കൺട്രി എഗ്സിൻ്റെ, അതായത് നാടൻ മുട്ടകൾ, അതായത് അഴിച്ചുവിട്ട് വളർത്തുന്ന കോഴികളിൽ നിന്ന് എടുക്കുന്ന മുട്ട ഇന്ന് വളരെ പോപ്പുലറാണ്. അതുകൊണ്ട് തന്നെ ആ ഇൻഡസ്ട്രിയും വളരെയധികം ത്രൈവിംഗ് ആണ്. അത്തരത്തിലുള്ളൊരു മുട്ട ഇന്ന് എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളിലും ഈസിലി അവൈലബിളാണ്. എഗ്ഗാണ് റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ, സ്കോർ 10 ഔട്ട് ഓഫ് 10. അതുപോലെ നമുക്ക് 10 ഔട്ട് ഓഫ് 10 കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് ചിക്കൻ, എസ്പെഷ്യലി ചിക്കൻ ബ്രസ്റ്റ്. ഏകദേശം 100 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് എടുക്കുകയാണെങ്കിൽ 33 മുതൽ 35 ഗ്രാമോളം പ്രോട്ടീൻ അവൈലബിളാണ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഈ പറയുന്ന പല വൈവിധ്യങ്ങളായിട്ടുള്ള പ്രോട്ടീൻ സോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളുടെ ഒരു ഡെയിലി പ്രോട്ടീൻ ടാർഗറ്റ് 1.6 to 2.2 ഗ്രാം. എൻ്റെ ഒരു പേഴ്സണൽ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 2 ഗ്രാം പെർ കിലോഗ്രാം എന്നുള്ളതാണ്. എൻ്റെ ബോഡി വെയ്റ്റിനനുസരിച്ചിട്ടുള്ള ഒരു 2 ഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയ്റ്റ് ആണ് എൻ്റെ പേഴ്സണൽ ലക്ഷ്യം. സോ പ്രോട്ടീൻ വളരെ പ്രധാനപ്പെട്ട ന്യൂട്രിയൻ്റ് ആണ്. പ്രോട്ടീൻ ഡെയിലി മീറ്റ് ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട അതൊരു കുറച്ച് ട്രിക്കി ആയിട്ടുള്ളൊരു അപ്രോച്ചാണ്. ഇത്തരത്തിലുള്ള പ്രോട്ടീൻ സോഴ്സിനെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിലും നിങ്ങളുടെ ലഞ്ചിലും നിങ്ങളുടെ ഡിന്നറിലും നമ്മൾ സാധാരണ സംസാരിക്കാറുള്ള ഒരു ഫോർമുലയുണ്ട്, 30-30-30. അത്തരമൊരു ഫോർമുല മീറ്റ് ചെയ്തുകൊണ്ട് പ്രോട്ടീൻ അഷ്വർ ചെയ്യാനായിട്ടുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരാവുന്നൊരു ചോദ്യം, ഇതിനകത്ത് ഫിഷും ബീഫും എവിടെ?
ഫിഷും ബീഫും അതുപോലെ തന്നെ വളരെ റിച്ച് ആയിട്ടുള്ള നാച്ചുറൽ സോഴ്സ് ഓഫ് പ്രോട്ടീനാണ്. പക്ഷേ ഞാൻ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ചില പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരുപക്ഷേ റെഡ് മീറ്റ് നല്ലൊരു റിച്ച് സോഴ്സ് ഓഫ് പ്രോട്ടീൻ തന്നെയാണ്. പക്ഷേ ഇന്ന് നമ്മളെ നാട്ടിൽ സംബന്ധിച്ച് നമ്മളുടെ ഇവിടുത്തെ ഒരു മീറ്റ് പ്രോസസ്സിങ്ങും സ്ലോട്ടറിങ്ങും സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷേ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് ഓൺ എ ഡെയിലി ബേസിസ് ഉപയോഗിക്കാൻ പറ്റുന്ന റെഡ് മീറ്റ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, റെഡ് മീറ്റിനെ വിടാതെ പിന്തുടരുന്ന ഒരു കോൺട്രവേഴ്സിയാണ് റെഡ് മീറ്റും കൊളോൺ ക്യാൻസറും തമ്മിലൊരു ക്ലോസ് അസോസിയേഷൻ. അതുകൊണ്ട് തന്നെ ഒരു ഡെയിലി ആസ്പെക്ട് എന്ന രീതിയിൽ ഇതുപോലെ വളരെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്ന് ആണെന്ന് എനിക്ക് തോന്നുന്നത് റെഡ് മീറ്റ്. മേ ബി അതോടൊപ്പം തന്നെ പ്രോസസ്ഡ് മീറ്റുകൾ വളരെയും ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഇനി ഫിഷിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഫിഷ് വളരെ റിച്ച് ആയിട്ടുള്ളൊരു ചീപ്പ് സോഴ്സ് ഓഫ് പ്രോട്ടീനായിട്ട് കണക്കാക്കിയിരുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ ഇന്നത്തെ ചില സയൻറ്റിഫിക് ആയിട്ടുള്ള ന്യൂസുകളൊക്കെ തന്നെ നമ്മളെ ഷോക്കിംഗ് ആയിട്ടുള്ള ലെവലിലോ കൊണ്ടുപോകുന്നത്. കാരണം പ്രധാനമായിട്ടും ഇന്ന് നടക്കുന്ന പൊല്യൂഷനാണ്. ഇന്ന് പൊല്യൂഷൻ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ള ഒരു പ്രോട്ടീൻ സോഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഫിഷ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല സേഫ് ആയിട്ടുള്ള ഫിഷ് സോഴ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഫിഷ് ഈ ലിസ്റ്റിനകത്ത് വരാവുന്ന ഒന്നാണ്. എസ്പെഷ്യലി ഏറ്റവും കൂടുതൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രോട്ടീൻ അടങ്ങുന്ന ഫിഷ് ഏതാണെന്ന് ചോദിച്ചാൽ സാൽമണാണ്. നമ്മുടെ നാട്ടിൽ വളരെ കോമൺ അല്ല. ഫിഷിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒമേഗ 3 പോലെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഫിഷിനെ കുറച്ചുകൂടി ഒരു വളരെ സ്പെഷ്യൽ പ്രോട്ടീനായിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്ന ഒന്നാണ്. അപ്പോൾ അത്തരമൊരു സോഴ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ലിസ്റ്റ് വരാവുന്ന ഒന്ന് തന്നെയാണ് ഫിഷ്. ഫിഷിനകത്ത് ഒമേഗ 3 ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ വേ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ഒന്നാണ് ലൂസിൻ. ലൂസിൻ സ്പെസിഫിക് ആയിട്ടുള്ളൊരു മസിൽ ബിൽഡിംഗ് ന്യൂട്രിയൻ്റാണ്. അതുപോലെ തന്നെ യോഗട്ട് എടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ളൊരു സ്പെസിഫിക് ആഡ് ഓൺ ബെനിഫിറ്റ് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന പ്രോബയോട്ടിക്കുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പല പ്രോട്ടീൻ സോഴ്സുകൾക്കും ഞാൻ ഈ പറഞ്ഞ പ്രോട്ടീൻ്റേതല്ലാത്തായിട്ടുള്ള മറ്റു പല ബെനിഫിറ്റ്സും ഉണ്ട്. ഇതിൻ്റെ ഒരു ജുഡീഷ്യസ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഒരു പക്ഷേ നമുക്കൊരു ഡെയിലി ഡയറ്റിനകത്ത് പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നമുക്ക് തീരുമാനം എടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ. പ്രോട്ടീൻ അധികമായാൽ പ്രശ്നമാകുമോ? എനിക്ക് തോന്നുന്നത് ഈ അടുത്ത കാലത്ത് വളരെയധികം സോഷ്യൽ മീഡിയയിൽ ക്യാച്ച് ചെയ്തിട്ടുള്ളൊരു കോണ്ടൻ്റാണ്. ഇപ്പോൾ ഷട്ടിൽ കളിക്കുന്നതിനിടയിൽ കുഴഞ്ഞു വീണ് മരിച്ചു. പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം വളരെ ഉയർന്ന അളവിൽ പ്രോട്ടീൻ കഴിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ജിമ്മിൽ പോയ ഒരാൾ ജിം വർക്കൗട്ട് ചെയ്യുന്നതിനിടയ്ക്ക് മരണം സംഭവിച്ചു. പലപ്പോഴും സംഭവിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല കാരണങ്ങളുണ്ടാവാം. പക്ഷേ ഇവിടെയൊക്കെ പലപ്പോഴും ക്രൂശിക്കപ്പെടുന്നത് പ്രോട്ടീനാണെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ പ്രോട്ടീൻ്റെ അളവിനെ സംബന്ധിച്ച് ഞാൻ എൻ്റെ പ്രൊഫഷണൽ പ്രാക്ടീസിൽ ഒരു പ്രധാനപ്പെട്ട ഒബ്സർവേഷൻ ഞാൻ പറയാം. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ടു മച്ച് മൂലമുള്ള പ്രോബ്ലം ഉണ്ടാകുന്നത് പലപ്പോഴും പ്രോട്ടീനല്ല, കാർബോഹൈഡ്രേറ്റിനാണ്. പക്ഷെ അതാരും സംസാരിക്കുന്നില്ല, ആരും ചർച്ച ചെയ്യപ്പെടുന്നില്ല. കാർബോഹൈഡ്രേറ്റ് ടോക്സിറ്റി അല്ലേ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് രോഗങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു 1.6 ഗ്രാം പെർ കിലോഗ്രാം അളവിൽ പ്രോട്ടീൻ ഒന്ന് കഴിക്കാൻ ശ്രമിച്ചു നോക്കൂ. അത്ര എളുപ്പമുള്ള കാര്യമല്ല. വളരെ സൂക്ഷ്മമായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ മാത്രമാണ് പിന്നീട് അതൊരു ഹാബിറ്റ് ആവാം. മാത്രമാണ് നമുക്ക് ഈ 1.6 ഗ്രാം പെർ കിലോഗ്രാം പ്രോട്ടീൻ തന്നെ കഴിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ എൻ്റെ പ്രൊഫഷണൽ പ്രാക്ടീസിൽ അമിതമായി പ്രോട്ടീൻ കഴിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടുള്ളത് വളരെ വളരെ അപൂർവം മാത്രമാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ കൊടുക്കുന്ന ഡയറ്ററി അഡ്വൈസസും ഗൈഡൻസും പ്രോട്ടീൻ എഡ്യൂക്കേഷൻ വഴി പതുക്കെ ഒരാളുടെ ഡെയിലി പ്രോട്ടീൻ ഇൻടേക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ സാധിക്കാറുണ്ട്. പക്ഷേ ചില ആൾക്കാരെങ്കിലും ഒരു പക്ഷേ പേശികളിലും ബോഡി ബിൽഡിങ്ങിനൊക്കെ തന്നെ ഒരു ഭ്രമം പോലെ പിന്തുടരുന്ന ചില ആൾക്കാർ പ്രോട്ടീൻ അമിതമായി കഴിക്കാനുള്ള സാധ്യത ഉണ്ട്, തള്ളിക്കളയുന്നില്ല. ഒരു 2 മുതൽ 2 to 2.2 ഗ്രാം പെർ കിലോഗ്രാം ആണ് ശരിക്കും ഒപ്റ്റിമലിൽ നല്ലൊരു ബെസ്റ്റ് പ്രോട്ടീൻ ഇൻടേക്ക് എന്ന് പറയാമെങ്കിൽ അതിന് മുകളിലോട്ട് പ്രോട്ടീൻ കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അതുകൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവില്ല. കാരണം ദിസ് എക്സസ് പ്രോട്ടീൻ വിൽ ബി ഐദർ എക്സ്ക്രീറ്റഡ് ത്രൂ യൂറിൻ ഓർ ഇറ്റ് മേ ബി കൺവേർട്ടഡ് ടു എനർജി. അപ്പോൾ അതുകൊണ്ട് തന്നെ ടു മച്ച് ഓഫ് പ്രോട്ടീൻ കൊണ്ട് നമുക്കുണ്ടാകുന്ന റിട്ടേൺസ് ഡിമിനിഷിംഗ് ആണ്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഇല്ല. നമുക്ക് ആ പ്രോട്ടീൻ ഇൻടേക്കിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് 1.6 to 2.2 ഗ്രാം പെർ കിലോഗ്രാം എന്ന് തന്നെയാണ്. ഒന്നുകൂടി ഞാൻ പറയാം, പ്രോട്ടീൻ അമിതമായതുകൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണൽ ഒബ്സർവേഷനിൽ പർവ്വതീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അത് എക്സാജറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ്. നിങ്ങൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത് അന്നജം മൂലം നിങ്ങൾക്ക് ടോക്സിറ്റി ഉണ്ടാകുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി.